ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. മിസോറാമിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 3 ദിവസത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവലിന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 20 പേർക്ക് പരിക്ക്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മിസോറാമിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസം റൈഫിൾസ് ആസ്ഥാനം മധ്യ ഐസ്വാളിൽ നിന്ന് സ്വഖൌസാങ്ങിലേക്ക് മാറ്റുന്നത് മിസോറാമിന്റെ വികസനത്തിനായുള്ള സുപ്രധാന തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്ക് കിഴക്കൻ മേഖലയിലുടനീളം സമാധാനം വളർത്തിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങൾ ശ്രീ ഷാ ചൂണ്ടിക്കാട്ടി. അസമിൽ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനായി 3 ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗോലാഘട്ട് ജില്ലയിൽ പോലീസ് അക്കാദമിയുടെ ഉദ്ഘാടനവും ഭവന പദ്ധതികൾക്കുള്ള തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ബിസിനസ് മേഖല അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുവെന്നും ശ്രീ ഷാ അഭിപ്രായപ്പെട്ടു. 10,000 से ज्यादा युवाओं हथियार डालकर मेन स्ट्रीम में आए हैं. जिस असम में एक जमाने में आंदोलन, गोलीबारी, आतंकवाद की चर्चा थी, वहां आज सबसे आधुनिक इंडस्ट्री सेमीकंडक्टर की लगने का काम भी हो चुका है. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നാളെ ശ്രീ അമിത്ഷാ ഗുവാഹത്തിയിൽ കൂടിക്കാഴ്ച നടത്തും. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തയ്യൂർ IIT വികസിപ്പിച്ചെടുത്ത ഹൈപ്പർ ലൂപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പദ്ധതിയുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്ന് ഉറപ്പു നൽകിയ അദ്ദേഹം നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വ്യാപാര മേഖല 2024 അവസാന പാദത്തിൽ ശക്തമായ വളർച്ച കൈവരിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാര വികസന സമ്മേളന റിപ്പോർട്ട്. 2024 പല വികസിത രാജ്യങ്ങൾക്കും വ്യാപാര മാന്ദ്യം നേരിട്ടെങ്കിലും ഇറക്കുമതിയും കയറ്റുമതിയും വർദ്ധിച്ചതോടെ ഇന്ത്യ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ലണ്ടനിലെ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. റിസർവ് ബാങ്ക് വികസിപ്പിച്ചെടുത്ത പ്രവാഹ്, സാർഥി എന്നീ ഡിജിറ്റൽ സംരംഭങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. കടലാസ് രഹിത ബാങ്കിംഗ് സേവനം, കേന്ദ്രീകൃത സൈബർ സുരക്ഷാ സംവിധാനം, ഡിജിറ്റൽ ട്രാക്കിംഗ് തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. 3 ദിവസത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവലിന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരവും സജീവവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഫിറ്റ്നസ് വെൽനസ് പരിപാടി. ഈ മാസം 20-ന് ദേശീയ തലസ്ഥാനത്ത് ആരംഭിക്കുന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ലോഗോയും ഗാനവും പരിപാടിയിൽ പുറത്തിറക്കും. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 20 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. മണർക്കാട് സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. അതേസമയം ചിലയിടങ്ങളിൽ നാളെയും മറ്റന്നാളും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. തുടർച്ചയായ 3ാം ഫൈനലിലാണ് ഡൽഹി കളിക്കളത്തിലിറങ്ങുന്നത്. 2ാം കിരീട നേട്ടമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ലക്ഷ്യം.
ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ റഷ്യൻ താരം മിറ ആൻഡ്രീവ നിലവിലെ ചാമ്പ്യൻ ഇഗ സ്വിയറ്റാക്കിനെ തോൽപ്പിച്ച് ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ആൻഡ്രീവ ടോപ്പ് സീഡായ അരീന സെബലെങ്കയെ നേരിടും. 2001 സെറീന വില്യംസിനോട് പരാജയപ്പെട്ട കിം ടൈസേഴ്സിന് ശേഷം ഇന്ത്യൻ വെൽസ് ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് 17-കാരിയായ ആൻഡ്രീവ. ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്ത് ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ സെറ്റ് വർക്ക് ഇലക്ട്രോണിക്സിന്റെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇലക്ട്രോണിക്സ് ആശയവിനിമയം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും രാജ്യം അതിവേഗം വളരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. As you know, Honorable Prime Minister Shri Narendra Modi ji has given huge emphasis on the manufacturing of electronics, and today electronics has become the second largest export item from India, and we have given very important position to Tamil Nadu. We have encouraged the electronics industries to set up facilities, and today one large facility will be starting here. ചടങ്ങിൽ 1112 കോടി രൂപ മുതൽ മുടക്കുള്ള 2 പുതിയ ഇലക്ട്രോണിക് വ്യവസായങ്ങൾ ശ്രീപെരുമ്പത്തൂരിലും മണലൂരിലും സ്ഥാപിക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പ്രഖ്യാപിച്ചു. അമൃത് പദ്ധതി പ്രകാരം 77 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുമെന്നും 715 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. LV-M3 വിക്ഷേപണ വാഹനത്തിന്റെ 6ാം പ്രവർത്തന ദൌത്യത്തിനായി സജ്ജമാക്കിയ ക്രയോജനിക് എഞ്ചിന്റെ ഹോട്ട് ടെസ്റ്റ് ISRO വിജയകരമായി പൂർത്തിയാക്കി. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള പ്രൊപ്പൽഷൻ കോംപ്ലക്സിലാണ് പരീക്ഷണം നടത്തിയത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നും അറിയപ്പെടുന്ന LV-M3 ISRO വികസിപ്പിച്ചെടുത്ത 3 ഘട്ടങ്ങളുള്ള മീഡിയം ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ കാരക്കലിലെ ആകാശവാണി നിലയം സന്ദർശിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന അദ്ദേഹം നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. റഷ്യയും യുക്രൈനും കഴിഞ്ഞ രാത്രി മുഴുവൻ ഇരു മേഖലകളിലും പരസ്പരം കനത്ത വ്യോമാക്രമണം നടത്തി. 30 ദിവസത്തെ വെടിനിർത്തൽ എന്ന അമേരിക്കൻ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രതിനിധി സ്റ്റീവ് കാഫുമായി കൂടിക്കാഴ്ച നടത്തി 24 മണിക്കൂറിനകമായിരുന്നു ആക്രമണം. 126 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം റഷ്യ 178 ഡ്രോണുകളും 2 ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയാൽ മാത്രമേ ഒരു അമേരിക്കൻ ഇസ്രായേലി പൗരനെയും മറ്റ് 4 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകൂ എന്ന് ഹമാസ് പ്രഖ്യാപിച്ചു. മാനുഷിക സഹായങ്ങൾ തടയുന്നതിൽ നിന്നും ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയിലുള്ള തന്ത്രപ്രധാന ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ടെന്നും ഹമാസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഹമാസിന്റെ നീക്കത്തിൽ ഇസ്രായേൽ സംശയം പ്രകടിപ്പിച്ചു. പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ തട്ടിയെടുത്ത സംഭവത്തിൽ ബന്ദികളാക്കപ്പെട്ട 214 പേരെ വധിച്ചതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. തടവുകാരെ കൈമാറണമെന്ന 48 മണിക്കൂർ അന്ത്യശാസനത്തോട് പാകിസ്ഥാൻ സൈന്യം പ്രതികരിക്കാത്തതാണ് ബന്ദികളെ വധിക്കാൻ കാരണമെന്ന് വിമത സംഘടനയുടെ വക്താവ് പറഞ്ഞു. തെറ്റായ വാഗ്ദാനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഉപഭോക്തൃ അവകാശങ്ങൾ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെബിനാറിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. പരിപാടിയുടെ 120-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. പരിപാടിയിലേക്കുള്ള ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 28 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ സമർപ്പിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജൂലൈ 31 അവസാന തീയതി. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാര പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. മിസോറാമിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 3 ദിവസത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവലിന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 20 പേർക്ക് പരിക്ക്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.